ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിലേക്ക് ഏവരെയും കർത്തൃനാമത്തിൽ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. 1 രാജാക്കന്മാർ 15-ാം അധ്യായം നമ്മളിന്ന് വായിക്കുകയാണ്. 15-ാം അധ്യായത്തിൽ ശലോമോൻ്റെ മകൻ റഹബയാമിൻ്റെ മകൻ അബിയാം രാജഭരണം ഏറ്റെടുക്കുകയാണ്. അവൻ്റെ അമ്മ ദാവീദിൻ്റെ മകൻ അബ്ശലോമിൻ്റെ മകൾ മാഖ ആയിരുന്നു നമ്മൾ വായിക്കുന്നുണ്ട്. അവനും തൻ്റെ പിതാവായ റഹബയാമിനെ പോലെ പാപങ്ങൾ ചെയ്യുകയും പൂജാഗിരികൾ സ്ഥാപിക്കുകയും ദൈവത്തെ പ്രകോപിപ്പിക്കുകയും നീചമായ പ്രവൃത്തികളിലൊക്കെയും അവരും ഏർപ്പെടുകയും ചെയ്യുകയാണ്. പിതാക്കന്മാരുടെ പ്രവൃത്തി അവരുടെ മക്കളിലേക്കും വ്യാപരിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കുക. കാരണം കുഞ്ഞുങ്ങൾ നമ്മളെ കണ്ടാണ് മനസ്സിലാക്കുകയും പഠിക്കുകയും വളരുകയും ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായൊരു പ്രവണത മക്കളിലേക്ക് ഉണ്ടാകും. ഇപ്പോൾ മനസ്സിലാക്കേണ്ടത് കാര്യം, ദാവീദിൻ്റെ ജീവിതത്തിൽ വാസ്തവത്തിൽ അവനൊരു പ്രാവശ്യം മാത്രമേ പാപം ചെയ്തുള്ളൂ. അതൊരു ദുർബല നിമിഷത്തിൽ മാനുഷിക ബലഹീനതയാൽ സംഭവിച്ചൊരു കാര്യമാണ്. അതിനുശേഷം ദാവീദ് അങ്ങനെ കഠിനമായ പാപങ്ങളൊന്നും ചെയ്യുന്നില്ല. ആ ഒരു പാപം ചെയ്തതിൻ്റെ പേരിൽ അവൻ പശ്ചാത്തപിച്ച് ദൈവസ്ഥന് യഥാർത്ഥമായി പശ്ചാത്തപിക്കുകയും അവൻ എഴുതിയ സങ്കീർത്തനമാണ് 51-ാം സങ്കീർത്തനം നമുക്കറിയുകയും ചെയ്യാം. നമ്മളും എല്ലാ ദിവസവും എല്ലാ ശുശ്രൂഷകളിലും പ്രാർത്ഥനകളിലൊക്കെ ആ സങ്കീർത്തനം ആവർത്തിച്ച് ചൊല്ലുന്നവരാണ്. എന്നാൽ ദാവീദിന് ശേഷം വന്ന അവരുടെ മക്കളൊക്കെയും കൂടുതൽ പാപത്തിലേക്ക് പോകുന്നു. കാരണം അവർക്ക് പ്രതിസന്ധികൾ അധികമില്ല. ദാവീദിനെ സംബന്ധിച്ചിടത്തോളം പ്രാണരക്ഷാർത്ഥം ഓടി നടക്കുകയാണ്. ശൗൽ അവൻ്റെ വലിയൊരു ശത്രുവായിരുന്നല്ലോ. അങ്ങനെ പ്രശ്നങ്ങളില്ലാതിരുന്ന ഒരു ദുർബല നിമിഷത്തിലാണ് അവൻ പാപം ചെയ്യേണ്ടി വന്നത്. അപ്പം മനുഷ്യ ജീവിതത്തിലുണ്ടാകുന്ന ഓരോ പ്രതിസന്ധിയും ദൈവം തരുന്ന അനുഗ്രഹമായി നമുക്ക് ഇത് മുഖാന്തരം കാണാൻ സാധിക്കണം. പ്രാണരക്ഷാർത്ഥം ഓടി നടക്കുമ്പോൾ ജീവന് വേണ്ടി മാത്രമുള്ള വിളിയാണ് ദൈവസന്നിധിയിലുള്ളത്. നമുക്കും രോഗങ്ങളോ കഷ്ടതകളോ പ്രയാസങ്ങളോ പ്രതിസന്ധി ഘട്ടങ്ങളോ വരുമ്പോൾ കൂടുതൽ ദൈവത്തോട് അടുക്കുവാനുള്ളൊരു കാരണം അതാണ്. സമ്പത്തും അധികാരവും മനുഷ്യന് വർദ്ധിക്കുമ്പോൾ കൂടുതൽ പാപം ചെയ്യാനും പാപത്തിലേക്കുള്ളൊരു വലിയ പ്രവണത മനുഷ്യ ജീവിതത്തിലുണ്ടാകും. അപ്പോൾ നന്മ ചെയ്യാൻ ഇച്ഛിച്ചാൽ പോലും നമുക്ക് തിന്മ ചെയ്യേണ്ടതായ നമുക്ക് തിന്മ ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നാൽ പോലും നമ്മളത് ചെയ്യുകയില്ല, ആ പ്രതിസന്ധി ഘട്ടങ്ങളുണ്ടെങ്കിൽ. എന്നാൽ അധികാരവും സമ്പത്തൊക്കെ നമ്മൾ വർദ്ധിക്കുമ്പോൾ നമ്മൾ തീർച്ചയായും പാപത്തിലേക്ക് പോകാനാണ് സാധ്യത കൂടുതൽ. യിരെമ്യാ പ്രവചനം 2-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം, യഹോവയായ ദൈവം യിരെമ്യാ പ്രവാചകൻ മുഖാന്തരം ഇസ്രായേലിനോട് പറഞ്ഞു, മരുഭൂമിയിൽ വിതയ്ക്കാത്ത ദേശത്തെ നിന്റെ ഭക്തി, നിന്റെ യൗവനകാലം. 40 വർഷം അവരുടെ യൗവനകാലമായി യഹോവ കാണുന്നെന്ന് ഇന്നും നമ്മൾ ചിന്തിച്ചിട്ടുള്ളതാണ്. ആ കാലഘട്ടങ്ങളിൽ അവർക്ക് സ്വന്തമായി ഭൂമിയോ കൃഷിയോ മറ്റു വസ്തുവകളോ ഒന്നുമില്ല. എല്ലാത്തിനും ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ട സാഹചര്യമുണ്ട്. അപ്പമില്ല, വെള്ളമില്ല, ശക്തമായ ചൂട് അല്ലെങ്കിൽ ശക്തമായ കാറ്റ്, ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും പ്രതിസന്ധിയാണ്. അപ്പോൾ ആ സന്ദർഭങ്ങളിലൊക്കെ ദൈവത്തോട് കൂടുതൽ അവർ അടുക്കുകയും ദൈവത്തിന് പൂർണ്ണമായി സമർപ്പിക്കുകയും ചെയ്തു, ആ കാലഘട്ടത്തിലെ ഭക്തി. എന്നാൽ കനാനിൽ വന്ന വസ്തുക്കളും ആടുമാടുകളും സമ്പത്തുകളൊക്കെ ആയപ്പോൾ അവർ ദൈവത്തിൽ നിന്ന് അകന്നു പോവുകയാണ്. ഇവിടെ ഈ രാജാക്കന്മാർക്കൊക്കെ സംഭവിക്കുന്നത് തന്നെയാണ്. ഇന്ന് സമൂഹത്തിൽ മാത്രമല്ല, സഭയിലും ഇതൊക്കെയാണ് സംഭവിക്കുക. സഭയിൽ പീഡയുണ്ടായിരുന്ന കാലത്ത് സഭയിൽ ആർക്കും പാപം ചെയ്യുകയില്ല. പ്രാണരക്ഷാർത്ഥം എല്ലാവരും ഓടി നടക്കുകയും ദൈവത്തിൽ കൂടുതൽ പ്രാർത്ഥിക്കുകയും സമർപ്പിക്കുകയും ചെയ്യുന്നു. സഭയ്ക്കും സമ്പത്തും അധികാരവും ഒക്കെ വരുമ്പോൾ അധികാര സ്ഥാനത്തുള്ളവരും കൂടുതൽ പാപങ്ങളിലേക്ക് പോകാനുള്ളൊരു കാരണം ഇതാണ്. അവർക്ക് ജീവിതത്തിൽ പ്രതിസന്ധി ഘട്ടങ്ങളില്ല.
പ്രതിസന്ധി ഘട്ടങ്ങളുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ദൈവത്തോട് അടുക്കുകയുള്ളൂ. അങ്ങനെ ചിന്തിക്കുമ്പോൾ ദാരിദ്ര്യവും കഷ്ടതകളും ദുഃഖങ്ങളും അങ്ങനെയുള്ളതായ നിരാശകളൊക്കെ അനുഗ്രഹത്തിൻ്റെ ഭാഗമായി കാണാൻ നമുക്ക് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് ജീവിതത്തിൽ തരുന്നതായ ഓരോ പ്രതിസന്ധി ഘട്ടങ്ങളും ദൈവത്തോട് അടുക്കുവാനുള്ള മുഖാന്തരമായി നമ്മളതിനെ കാണേണ്ടതാണ്. 9-ാം വാക്യം മുതൽ നമ്മൾ വായിക്കുന്നു, ആസ എന്നൊരു രാജാവ് കുറച്ചുകൂടെ നീതിപൂർവ്വം പ്രവർത്തിക്കുന്നതായി നമ്മൾ കാണുന്നുണ്ട്. അവൻ്റെ വല്യമ്മയും മുമ്പേ പറഞ്ഞ അബ്ശലോമിൻ്റെ മകൾ മാഖ ആയിരുന്നു. ആ സ്ത്രീ, ആ രാജ്ഞിയായിരുന്നു അവിടെ ഈ അസേര പ്രതിഷ്ഠകളെ കൂടുതൽ കൊണ്ടുവരാൻ വേണ്ടി താല്പര്യം കാണിച്ചത്. അതുകൊണ്ട് അവൻ മഹാറാണി സ്ഥാനത്ത് നിന്ന് ആ വല്യമ്മയെ നീക്കം ചെയ്തതായി നമ്മളിവിടെ വായിക്കുന്നുണ്ട്. യഹോവയുടെ സന്നിധിയിൽ നേരത്തെ ഉണ്ടായിരുന്ന സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടും ഉണ്ടായിരുന്ന പാത്രങ്ങളൊക്കെ അവിടെ തിരികെ കൊണ്ടുവരികയും ദൈവത്തിന് പൂജകൾ നടത്തുകയും ദൈവത്തെ ആരാധിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ആസായുടെ കാലത്ത് അദ്ദേഹം ചെയ്യുന്നുണ്ട്. ബാക്കി എല്ലാവരും അപ്രകാരം ചെയ്യുന്നില്ല. കാരണം അവരെ നമ്മൾ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. കാരണം പഴയ നിയമകാലം അന്ന് പരിശുദ്ധാത്മാവ് സ്ഥിരവാസത്തിന് ഭൂമിയിൽ വന്നിട്ടില്ല. യഥാർത്ഥ നന്മയെക്കുറിച്ച് മനുഷ്യ വലിയ വ്യക്തതയുമില്ല. അപ്പം അതുകൊണ്ട് പഴയ നിയമകാലത്തുണ്ടായിരുന്ന രാജാക്കന്മാരിലും പ്രഭുക്കന്മാരിലും നേതാക്കന്മാരിലൊക്കെ കുറവുകളും വിലങ്ങനങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും പുതിയ നിയമത്തിൽ അങ്ങനെ ന്യായീകരണം നമുക്ക് പറയാനില്ല. നമ്മളിന്ന് ജീവിക്കുന്നത് പുതിയ ഉടമ്പടിയുടെ കീഴിലാണ്. അവരൊക്കെ പഴയ ഉടമ്പടിയുടെ കീഴിലായിരുന്നു. പുതിയ ഉടമ്പടിയിൽ പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മുടെ കൂടെ ഉണ്ട്. സ്ഥിരവാസത്തിന് ഭൂമിയിൽ വന്നു കഴിഞ്ഞു. ഓരോ തെറ്റും ചെയ്യുമ്പോൾ നമുക്ക് പാപബോധം പരിശുദ്ധാത്മാവ് നൽകുന്നുണ്ട്. അങ്ങനെ പറയരുത്, അങ്ങനെ ചെയ്യരുതെന്ന്. എന്നാൽ നമ്മളതിനെ അവഗണിച്ച് ചെയ്യുമ്പോൾ അത് കഠിന പാപമാണ്, പരിശുദ്ധാത്മാവിനെതിരായ പാപമായി മാറുമെന്ന് കർത്താവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ശ്രീഹ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന നമ്മൾ ഓർക്കുക. അതുകൊണ്ട് പൗലോസ്ലീഹ പറഞ്ഞു, നിങ്ങളുടെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ ദുഃഖിപ്പിക്കരുത്. നമുക്ക് ജീവനും സംരക്ഷണവും എല്ലാം നമുക്ക് തന്ന ആ ദൈവത്തെ ദുഃഖിപ്പിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കാനും ചിന്തിക്കാനും നമുക്ക് അവകാശമില്ല. പഴയ നിയമത്തിലെ ആളുകളുടെ ബലഹീനതകളൊക്കെ നമുക്ക് കാണിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവില്ലാത്തതുകൊണ്ട് ചെയ്തെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അല്ലാതെ അതുപോലെ നമുക്കത് മാതൃകയാക്കാൻ വേണ്ടിയല്ല. അവരിലും ചില പ്രത്യേക ആളുകൾ അവരെ ദൈവത്തിന് വിധേയമായി മാത്രം ജീവിച്ച സാഹചര്യങ്ങൾ നമുക്കറിയാം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ ദാരിദ്ര്യമാണെങ്കിലും സമൃദ്ധിയാണെങ്കിലും പാപം ചെയ്യാൻ നമുക്ക് അവകാശമില്ല. അതുകൊണ്ട് പരിശുദ്ധാത്മാവിന് വിധേയമായി ജീവിക്കാൻ നമുക്കിടയാകണം. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളെ നമ്മിൽ നിന്നുണ്ടാകണം. സ്നേഹം, സന്തോഷം, സമാധാനം, ദയ, വിശ്വസ്ത, സൗമ്യത, അല്ലെങ്കിൽ പരോപകാരം, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടാകാൻ നമുക്കിടയായിത്തീരണം. ജഡത്തിൻ്റെ പ്രവർത്തികളെ നമ്മിൽ നിന്ന് ദൂരീകരിക്കാൻ നമ്മുടെ പ്രാർത്ഥനകളും വേദപുസ്തക വായനകളും ആരാധനകളും നമ്മെ സഹായിക്കണം. അതിന് ഓരോ ദിവസവും വിശുദ്ധിയോടെ ജീവിക്കുവാൻ നമുക്ക് ശ്രമിക്കാം. ഈ വേദവായന നമ്മെ അതിന് സഹായിക്കണം. ദൈവമേ, പരിശുദ്ധാത്മാവേ, അതിന് ഞങ്ങളെ ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.